വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുധിയുടെ മരണം. സുധിയുടെ ഓർമ്മകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട്. രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത്. പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു രേണുവിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നത്. ഇപ്പോഴിതാ ഇത്തരം വിമർശനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കുമെല്ലാം മറുപടി നൽകുകയാണ് രേണു. കിച്ചു എവിടെയാണെന്നും താൻ റീല് ചെയ്യുന്നതിനോടുള്ള മകൻ്റെ പ്രതികരണം എന്താണെന്നുമെല്ലാം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രേണു പറയുന്നു. കിച്ചു പഠിക്കുകയാണ്, കൊല്ലത്താണ് പഠിക്കുന്നത്. ഫ്ലവേഴ്സാണ് അഡ്മിഷൻ എടുത്ത് കൊടുത്തത്. അവൻ അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അവധിക്ക് ഇവിടേക്ക് വരാറുണ്ട്, കുഞ്ഞിനെ കാണാറുണ്ട്. അവൻ വരുമ്പോൾ എനിക്ക് വേണമെങ്കിൽ സെൽഫിയും റീലും എടുക്കാൻ. തങ്ങളുടെ രീതി അതല്ല, അങ്ങനെയൊരു ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ. അമ്മ മകൻ ബന്ധമാണ്. അവൻ കുഞ്ഞുമായി സെൽഫി എടുത്തു, എനിക്ക് വേണമെങ്കിൽ പോയി നിൽക്കാമായിരുന്നു. ഇനി സെൽഫി എടുത്താൽ പറയും ഷോ കാണിക്കാനാണെന്ന്. ഞാൻ അവനോട് പറയാറുണ്ട്, നീ എന്നെ നോക്കണ്ട, അനിയനെ നോക്കണമെന്ന്. അവനത് എനിക്ക് ഉറപ്പും തന്നിട്ടുണ്ട്. ആദ്യമൊക്കെ നെഗറ്റീവ് കമൻറ്റുകൾ കേൾക്കുമ്പോൾ അമ്മ ഇതൊക്കെ എന്തിനാണ് ചെവിക്കൊടുക്കുന്നതെന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ കിച്ചുവാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ പഠിപ്പിച്ചത്. ഇതെന്താണെന്ന് എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു. ഇപ്പോഴാണ് ഓരോന്ന് പഠിക്കുന്നത്. പണ്ടിടയ്ക്ക് ടിക്ടോക്കും റീലുമൊക്കെ എടുക്കുമ്പോൾ അവൻ പിന്തുണച്ചിരുന്നു. അന്ന് കൊച്ചല്ലായിരുന്നു. ഇപ്പോൾ വീഡിയോസൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഷൂട്ടിനും നാടകത്തിനുമൊക്കെ പോകുമ്പോൾ ഞാൻ അവനോട് പറയാറുണ്ട്, നാടകമൊക്കെ എങ്ങനെ പോകുന്നുവെന്നൊക്കെ ചോദിക്കും. അത്രയുള്ളൂ. ഞാൻ കിച്ചുവുമായി വിഷമങ്ങളൊന്നും പങ്കുവെക്കാറില്ല. അവൻ കുഞ്ഞു കുട്ടിയല്ലേ. രണ്ടാമത്തെ കുഞ്ഞിന് നല്ല പക്വതയുണ്ട്. അവന് എന്നേക്കാൾ പക്വതയുണ്ടെന്ന് എൻ്റെ വീട്ടുകാരൊക്കെ പറയും. എന്നെ വിഷമിപ്പിക്കാതിരിക്കാനാണ് അവനൊന്നും സംസാരിക്കാത്തതെന്നാണ് തോന്നുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ അവൻ ഓടി വന്ന് പറയും, അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാനാണ് സുധി, ഞാൻ തന്നെയാണ് സുധിയച്ഛൻ, ഞാൻ മരിച്ചില്ലല്ലോ എന്ന് പറയും. ശരിയാണ്, അവൻ സുധിച്ചേട്ടനെ പോലെ തന്നെയാണ്. സംസാരവും രീതിയുമൊക്കെ സുധിച്ചേട്ടനെ പോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മിനിയേച്ചർ പോലെയാണ്. സുധിച്ചേട്ടൻ മരണമൊക്കെ നേരത്തെ കണ്ടെന്ന് എനിക്ക് തോന്നും. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ വിഷമിക്കേണ്ട, ഇവൻ ഉണ്ടല്ലോ എന്ന്. ഇവൻ ഞാൻ തന്നെ. കിച്ചുവിനും ഇതറിയാം. അവനും ഇത് കേട്ടിട്ടുണ്ട്. ഋതുൽ വാവൂട്ടെ എന്ന് എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. മനു ഗോപുമായി ചെയ്ത ഫോട്ടോഷൂട്ട് വീഡിയോകളൊക്കെ കമൻ്റൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. നാടകത്തിൻ്റെ തിരക്കായിരുന്നു. കമൻറ്റുകൾ എന്നെ ബാധിക്കാറില്ല. പക്ഷേ തെറി പറയുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ശക്തമായി തിരിച്ചു പറയാൻ തോന്നും. ഫോട്ടോ മാറ്റടി, പോയി ചാവടി എന്നൊക്കെയാണ് കമൻറ്റുകൾ. കടുത്ത ബോഡി ഷെയ്മിങ് കമൻറ്റുകളും ഉണ്ടാകാറുണ്ട്. ഹാൻസ് വായിൽ നിന്നും മാറ്റടി എന്നൊക്കെ പറയും. ഇതിനൊക്കെ ചുട്ട മറുപടി കൊടുക്കാറുണ്ട്. കാരണം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതാണ്. എലിയ പല്ലിയ എന്നൊക്കെ പറയും. ആയിക്കോട്ടെ, അത് ജീവികളല്ലേ. ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയും. അവരെന്താ, മനുഷ്യരല്ലേ. എനിക്ക് അവരെ വളരെ ഇഷ്ടവും ബഹുമാനവുമാണ്. പെരുമ്പാവൂരിലെ ജിഷയുടെ അമ്മയെപ്പോലെ ഉണ്ടെന്നൊക്കെ വിമർശിക്കും. ഇതിലപ്പുറം കമൻ്റ് ഇട്ടാലും എനിക്ക് വിഷയമില്ല. പക്ഷേ തെറി പറയരുത്. ദാസേട്ടനുമായിട്ടുള്ള വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ബ്രൈഡൽ ഷൂട്ട് വരുമ്പോൾ ആളുകളുടെ കമൻറ്റ് കിച്ചുവിനെ അടിച്ചിറക്കുമോ എന്നതാണ്. സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും അടിച്ചിറക്കുമോ? മനസ്സിൽ മഞ്ഞപ്പിത്തമുള്ളവർക്ക് കാണുന്നത് മഞ്ഞയായി തോന്നും. ഞാനിവിടെ വിവാഹം കഴിച്ചാലും ഇല്ലേലും എന്താണ് പ്രശ്നം? എനിക്ക് ഈ പറയുന്നവരുടെ ഭർത്താക്കന്മാരെ വേണ്ട. ഒരു ഭാര്യമാരുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് എനിക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെയുള്ളൊരു ആളുമല്ല. എന്തിനാണ് എൻ്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് ആളുകൾ ടെൻഷൻ അടിക്കുന്നതെന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ബോഡി ഷേമിങ് കമൻറ്റുകൾ എൻ്റെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടേ ഉള്ളൂ. എന്നാൽ അഭിനയിച്ച് കാണിച്ചിട്ടേ ഉള്ളൂ എന്ന് തോന്നൽ വരും. ഓരോ വിമർശനങ്ങളും എനിക്ക് അടുത്ത റീൽ ചെയ്യാനുള്ള കരുത്താണ്. ഞാൻ ഏവിയേഷൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. എയർ ഇന്ത്യയിലൊക്കെ എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞതാണ്. നെടുമ്പാശ്ശേരിയിൽ ഗ്രൗണ്ട് സ്റ്റാഫായി എനിക്ക് ജോലിയും കിട്ടിയതാണ്, നല്ല ശമ്പളത്തിൽ. എന്നാൽ കിച്ചുവാണ് സുധിയേട്ടനോട് പറഞ്ഞത്, അമ്മയെ നമുക്കിപ്പോഴല്ലേ കിട്ടിയത്, അമ്മ നമ്മുടെ കൂടെ നിർത്തണം, വിടേണ്ടെന്ന്. ആ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചത്. ഞാൻ നന്നായി ഒരുങ്ങാറുള്ള ആളായിരുന്നു. ഇപ്പോൾ ഒരുങ്ങുമ്പോൾ വിമർശനം വരും. സുധിച്ചേട്ടൻ മരിച്ച ദിവസത്തെ നിന്നെ കണ്ടതാടി എന്ന് പറയും. സുധിച്ചേട്ടൻ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകണമായിരുന്നു. അന്നത്തെ ദിവസം എനിക്ക് ഓർമ്മ പോലുമില്ല. അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ ഞാൻ ഒരുങ്ങിയിരിക്കണമായിരുന്നു. അതല്ല, ഞാൻ എപ്പോഴും അതേപോലെ തന്നെ ഇരിക്കണോ? അതാണോ എല്ലാവരും ആഗ്രഹിക്കുന്നത്? പണ്ട് മുതലേ ഞാൻ ലിപ്സ്റ്റിക് ഇടാറുണ്ട്. സുധിച്ചേട്ടനാണ് എനിക്കത് വാങ്ങിത്തരാറുള്ളത്. അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് പരിപാടികൾക്കൊക്കെ വെൽക്കം ഗേളായി ഞാൻ പോകാറുണ്ട്. സുധിച്ചേട്ടൻ മരിച്ചിട്ട് 2 വർഷമാകാറായി. ഞാൻ മുൻപത്തെ പോലെ തന്നെ ജീവിക്കണമെന്നോ? ഞാൻ ജീവിതം തിരിച്ചു പിടിച്ചത് അംഗീകരിക്കുകയല്ലേ വേണ്ടത്? അടുത്തിടെ ഞാനൊരു പരിപാടിക്ക് പോയപ്പോൾ ഒരാൾ ചോദിച്ചു, സുധിച്ചേട്ടൻ മരിച്ചിട്ട് 6 മാസമായോ എന്ന്. സുധിച്ചേട്ടനെ കണ്ടത് മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള ഓരോന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. അതെനിക്കറിയാം. എല്ലാവർക്കും അതറിയില്ലെന്നത് എൻ്റെ കുഴപ്പമല്ലെന്നും രേണു പറഞ്ഞു. രേണു വിവാഹവേഷത്തിൽ മനു ഗോപിനാഥുമായി പങ്കുവച്ച ചിത്രങ്ങളാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായത്. വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു.
രാജകുമാരൻ്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ. ഇനി അവൾ ഇവിടെ സുരക്ഷിതമായിരിക്കട്ടെ. ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊരുപാട് സംശയങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ നല്ല ദിവസത്തിന് ഒപ്പം നിന്നവർക്കൊക്കെ 1000 നന്ദി. രാജകുമാരൻ്റെയും രാജകുമാരുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം മനു ഗോപിനാഥ് എന്നാണ് വിവാഹവേഷത്തിലുള്ള ചിത്രങ്ങൾ പങ്കുവച്ച് മനു കുറിച്ചിരുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തങ്ങൾക്കുണ്ടായ സൈബർ ആക്രമണങ്ങളിൽ തളർന്നു പോയെന്ന് മനു ഗോപിനാഥ് പറഞ്ഞിരുന്നു. ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയെന്നും ഈ സമയം മറികടക്കാൻ സാധിച്ചത് എങ്ങനെയാണ് എന്നതിനെപ്പറ്റിയും അദ്ദേഹം പങ്കുവച്ചു. എൻ്റെ ഫോട്ടോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. എല്ലാവർക്കും മറുപടി തരാൻ സാധിക്കാത്തതുകൊണ്ട് തിരിച്ച് ഞാൻ മെസ്സേജുകൾ അയക്കുന്നില്ല. പിന്നെ ഇത്രയും കൂടുതൽ ആളുകൾക്ക് മെസ്സേജ് അയക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. കടുത്ത ഡിപ്രഷനിലേക്കാണ് എൻ്റെ യാത്രയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാനൊരു കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇതിനകം ആത്മഹത്യ ചെയ്യുമായിരുന്നു. തിരികെ ജീവിതത്തിലേക്ക് നടന്നു കയറാൻ സമയമെടുക്കുമെന്നറിയാം. ഭ്രാന്തമായ ഈ അവസ്ഥയിൽ നിന്നും ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. എനിക്ക് മനോബലം തന്ന് എൻ്റെ ഒപ്പം നിന്നവർക്ക് 1000 നന്ദി. അഖിൽമാരാരുടെ വാക്കുകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചതുപോലെ തോന്നി. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ്. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ ഓർക്കുകയാണ് ഞാൻ ഈ ഘട്ടത്തിൽ. എന്നെ സപ്പോർട്ട് ചെയ്തവരെ പോലെ തന്നെ എന്നെ കുറ്റം പറഞ്ഞവർക്കും നെഗറ്റീവ് കമൻ്റ് എഴുതി അയച്ചവർക്കും ഒരുപാട് നന്ദി. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്.